ഹലോ, ഞാനിവിടെ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പൈനാപ്പിൾ ജാം റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് 5 മിനിറ്റിൽ വീട്ടിൽ ഈസിയായി ചെയ്യാൻ പറ്റുന്ന പൈനാപ്പിൾ ജാം റെസിപ്പിയാണിത്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരേപോലെ ഇഷ്ടപ്പെടും. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ധൈര്യമായിട്ട് കുട്ടികൾക്ക് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പൈനാപ്പിളാണ്. ഈ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പൈനാപ്പിൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതുപോലെ പൈനാപ്പിൾ നന്നായി തൊലി ചെത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിളിൻ്റെ തൊലി നല്ല ആഴത്തിൽ ചെത്തിയെടുക്കണം. കാരണം ഈ മുള്ളൊക്കെ ചിലവർക്ക് അലർജിയറ്റിക് ആണ്. സോ നന്നായി ആഴത്തിൽ ചെത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറിച്ചെടുത്ത ചെറിയ കഷ്ണം നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത പൈനാപ്പിൾ ഞാൻ നന്നായി അരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഈ പൈനാപ്പിളിൻ്റെ തരികൾ അലർജി ആയതുകൊണ്ടാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുത്താൽ മതിയാവും. സോ എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാനിവിടെ അരിച്ചെടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ സ്റ്റവിലേക്ക് വെച്ച് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയ പഞ്ചസാരയാണ്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമാണോ അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായി വറ്റണം. അപ്പോൾ അതിനായി ഫ്ലെയിം കൂട്ടി വെക്കാം. തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിടാം. എന്നിട്ട് വെള്ളം വറ്റുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളുടെ ജാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ജാം മാറ്റുന്നുണ്ട്. നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയാണ് നമുക്ക് ജാം കിട്ടുക. നല്ല ടേസ്റ്റ് പെർഫെക്റ്റ്. ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മസ്റ്റായി ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്